പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. എല്ലാ പ്രിയമിത്രങ്ങളും ചോറ്റാനിക്കര അമ്മയുടെ മകം തൊഴാൻ ആകാംക്ഷയോടെ, ആശയോടെ, കൊതിയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുദിനത്തിൽ അമ്മയുടെ തൃപ്പാദത്തിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കോർത്ത ഒരു അക്ഷരമാല സമർപ്പിക്കുകയാണ്. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഈ കീർത്തനം ആലപിക്കുന്നതിനായി ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ വിജയലക്ഷ്മി ശശികുമാർജിയാണ്. എല്ലാ പ്രിയമിത്രങ്ങളും കീർത്തനം കേൾക്കുക. അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മിനി മുരളി. അമ്മേ ഭഗവതി ചോറ്റാനിക്കര വാഴും നാരായണീ ദേവി കുമ്പിടുന്നേൻ. ആദിപരാശക്തിയായി വിളങ്ങിടുന്ന രാജരാജേശ്വരി കൈതൊഴുന്നേൻ. ശങ്കരാചാര്യർക്ക് ജ്യോതി ദർശനം നൽകി വരമേകി ഇവിടേക്കെത്തിയമ്മ. അന്ന് മുതൽ ഈ ദർശന ഭൂമി ജ്യോതിയാനക്കരയായി മാറി. ഇന്ന് ചോറ്റാനിക്കരയായി മാറിയല്ലോ. കുംഭമാസത്തിൽ രോഹിണി നാളിൽ ഉത്സവക്കൊടിയേറ്റു നടന്നിടുന്നു. ഉത്രം നാളിൽ ആറാടും വരേക്കും 9 നാളുകൾ ഉത്സവമായി. ശാസ്താവിനൊപ്പമീ നാളുകളിൽ അമ്മ പ്രജകളെ കാണുവാൻ പോയിടുന്നു. വില്ലമംഗലത്തിന് ദർശനം നൽകിയ പുണ്യദിനമല്ലോ മകം തിരുനാൾ. സർവാഭരണ വിഭൂഷിതയായി ദേവി ഭക്തർക്ക് ദർശനം നൽകുന്ന നാൾ. ഈ ദിനം അമ്മയ്ക്ക് ശക്തി കൂടും. ഭക്തർ തൻ തീരാ ദുരിതങ്ങൾ തീർത്തു തരും. മകം നാളിൽ മാത്രമാണ് അമ്മ വലം കൈയാൽ അനുഗ്രഹം ചൊരിയുന്നതെന്നറിയൂ. ഈ ദിനം ദർശനം കിട്ടുന്ന ഭക്തർക്ക് സർവൈശ്വര്യങ്ങളും വന്നു ചേരും. ഭക്തർ പുണ്യജന്മങ്ങളായി മാറുമെന്ന്. ആഗ്രഹ സാഫല്യം നേടുവാനായി ഭക്തർ മകം തൊഴുവാനായി ഇങ്ങെത്തിയിടുന്നു. കൺകുളിർക്കെ അന്ന് ദേവിയെ തൊഴുതെന്നാൽ സർവപാപങ്ങളും വിട്ടകലും. അനുഗ്രഹവർഷിണിയായി വിളങ്ങിടുമൻ അമ്മയ്ക്ക് ഈ ദിനം ഭജനയില്ല. ശംഖചക്രവരധാഭയങ്ങളാൽ വിളങ്ങുമെന്നമ്മയെ തൊഴുതു നിൽക്കും. കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീരാതെ ഞാൻ ആ ദിവ്യരൂപം മനസ്സിലേറ്റും. ഇനിയൊരു വർഷം കാത്തിരുന്നിടണം അമ്മയെ ഇതുപോലെ കാണുവാനായി. അതുവരെ എന്നും ആ ദിവ്യരൂപം മനസ്സിൽ ഞാൻ മായാതെ കാത്തുവയ്ക്കും. അമ്മേ ചോറ്റാനിക്കര വാഴും അമ്മേ, രാജരാജേശ്വരിയായി വാഴും എന്നമ്മയെ കുമ്പിട്ടു കൈകൂപ്പുന്നേൻ. എന്നമ്മയെ കുമ്പിട്ടു കൈകൂപ്പുന്നേൻ. എന്നമ്മയെ കുമ്പിട്ടു കൈകൂപ്പുന്നേൻ.